3 കളറിലുള്ള കടൽ. ഇന്ത്യയുടെ ലാസ്റ്റ് റോഡാണ് കേട്ടോ ധനുഷ്കോടി. നമ്മൾ അവിടെയാണ് നടക്കുന്നത്. ചരിത്രപ്രധാനമായ സ്ഥലമാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും എന്നാൽ വികാരനിർഭരമായ ചരിത്രമുള്ള ഒരു സ്ഥലം കൂടിയാണ് ധനുഷ്കോടി. ഭാരതത്തിന്റെ അറ്റമെന്ന് ഇതറിയപ്പെടുന്നു. പ്രേത നഗരം എന്നും അറിയപ്പെടുന്നു. പുരാണപരവും മതപരമായ ഒരു ഇമ്പോർട്ടൻസ് ഈ സ്ഥലത്തിനുണ്ട്. അതായത് ധനുഷ്കോടി എന്ന പേരിന്റെ അർത്ഥം വില്ലിന്റെ അറ്റം എന്നാണ്. രാവണൻ സീതയെ ലങ്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ശേഷം രാമൻ സീതയെ വീണ്ടെടുക്കാനായി ഈ സ്ഥലത്ത് വന്നു എന്നും വില്ലിന്റെ അറ്റം കൊണ്ട് ഈ സ്ഥലത്ത് അടയാളപ്പെടുത്തിയെന്നുമാണ് മതപരമായ വിശ്വാസം. ഇന്ത്യയും ലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാമസേതുവിന്റെ തുടക്കം ഇവിടെ നിന്നുമാണെന്ന് പലരും വിശ്വസിക്കുന്നു. ശാന്തമായ ബംഗാൾ ഉൾക്കടലും പ്രക്ഷുബ്ധമായ ഇന്ത്യൻ മഹാസമുദ്രവും ഇവിടെ വെച്ച് ഒന്നിക്കുന്നു. ഈ സംഗമ സ്ഥലത്ത് സ്നാനം ചെയ്യുന്നത് പാപമോചനത്തിന് കാരണമാകുന്നു എന്ന് ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കുന്നു. ചരിത്രപരവും ദുരന്തപൂർണമായ ഒരു പശ്ചാത്തലം കൂടെ ഈ നഗരത്തിനുണ്ട്. 1964 മുമ്പ് ധനുഷ്കോടി വളരെ സജീവമായ ഒരു പട്ടണമായിരുന്നു. പക്ഷേ ഒരു അതിശക്തമായ ചുഴലിക്കാറ്റ് ഇവിടത്തെ താളം തെറ്റിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, കസ്റ്റംസ് ഓഫീസ് എന്നിവയും ഇവിടെ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാനുള്ള ബോട്ടുകൾ ഇവിടെ നിന്നാണ് പുറപ്പെട്ടിരുന്നത്. 1964 ഡിസംബർ 22-നുണ്ടായ അതിഭീകരമായ ചുഴലിക്കാറ്റിൽ ഈ നഗരം പൂർണ്ണമായും തകർന്നു പോവുകയും കൂറ്റൻ തിരമാലകളാൽ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ കടലിലേക്ക് മുങ്ങി 115 പേരിലധികം മരണപ്പെട്ടു. ഈ ഒരു ചുഴലിക്കാറ്റ് കാരണം 1800ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ ദുരന്തത്തിന് ശേഷം ഇന്ത്യൻ സർക്കാർ ധനുഷ്കോടിയെ ജനവാസയോഗ്യമല്ലാത്ത നഗരമായി പ്രഖ്യാപിച്ചു. ഇന്നും തകർന്ന പള്ളികളും റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടങ്ങളും ഇവിടെ കാണാം. ഭൂമിശാസ്ത്രപരമായ വലിയൊരു പ്രത്യേകതയും ഇവിടെയുണ്ട്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് 24 മുതൽ 30 കിലോമീറ്റർ ദൂരം വരെ മാത്രമേ ഉള്ളൂ. തെളിഞ്ഞ കാലാവസ്ഥയുള്ളപ്പോൾ ധനുഷ്കോടിയിലെ അരിച്ചൽ മുനെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് കൃത്യമായി ശ്രീലങ്കയുടെ ചില ഭാഗങ്ങൾ കാണാനായി സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശമാണ് അരിച്ചൽ മുനെ. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡ് പച്ചക്കടലും ഒരു സൈഡ് നീലക്കടലുമാണ്. കടൽ വെള്ളത്തിലെ സാന്ദ്രത വ്യത്യാസമാണ് നിറത്തിലെ ഈ വ്യത്യാസത്തിന് കാരണം. ഇപ്പോൾ ഇവിടെ ധാരാളം ചെറുകിട കച്ചവടക്കാരുടെ സംഗമ കേന്ദ്രമാണ്. ഈ ഒരു പ്രദേശത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ധാരാളം സുവനീറുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചു ഒരു ചെറിയ സുവനീർ. ഒറിജിനൽ പേളാണ് കേട്ടോ. അപ്പോൾ പുതിയ യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം. See you next video guys. Bye.